ബോറടിച്ചിരിക്കുകയാണോ? എന്നാൽ ഒരു പേപ്പറും പേനയെടുത്തെങ്കിൽ പോരെ, നമുക്ക് ബോറടി മാറ്റാം. ഒരു ബ്ലാക്ക് പെൻ ആൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബോറടി മാറ്റാമേ. ഒരു പേജിലേക്ക് നമുക്ക് ആദ്യം ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബോക്സ് വരച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, അതിപ്പോൾ ഏത് രീതിയാകാം, സർക്കിൾ ഷേപ്പ് ആകാം, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് ആകാം, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആകാം, ഇനി ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഒരു ഷേപ്പ് വേണമെങ്കിലും ആകാൻ പറ്റും. അത് വരച്ചു കൊടുക്കണം. അത് ആ പേജ് ഫുള്ളും വരച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്കൊരു ബ്ലാക്ക് പെൻ എടുത്ത് അതിൽ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കണം. ഈ ഷേപ്പ് എല്ലാം നമ്മൾ ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യണം കേട്ടോ. എല്ലാ ഷേപ്സും ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷം ഈ റെക്റ്റാങ്കുലർ ബോക്സിനകത്ത് വരുന്ന ഷേപ്സിൻ്റെ പോർഷനെല്ലാം നമ്മൾ ഒരു ബ്ലാക്ക് സ്കെച്ച് പെൻ വെച്ച് കളർ ചെയ്ത് കൊടുക്കും. ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടോ ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കാൻ. ഇനി ഈ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ പുറത്തുള്ള ഷേപ്സിൻ്റെ പോർഷനെല്ലാം നമ്മൾ ബ്ലാക്ക് പെൻ വെച്ച് ലൈൻസ് വരച്ചു കൊടുക്കണം. അത് നമുക്ക് ഹൊറിസോണ്ടലി വരയ്ക്കാം, വെർട്ടിക്കലി വരയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. പക്ഷേ ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പാടില്ല ലൈൻസ് തമ്മിൽ. ഇപ്പോൾ ഈസി ആയിട്ട് ബോറടി മാറ്റിയില്ലേ? ഇതേപോലെ നമുക്ക് ഏത് ഷേപ്സ് വെച്ചിട്ടും ചെയ്യാൻ കേട്ടോ. ട്രയാങ്കിൾ ആകാം, സ്ക്വയർ ആകാം, സർക്കിൾ ആകാം. അങ്ങനെ ഈ ഷേപ്പ് വേണമെന്ന്, റെക്റ്റാങ്കുലർ ഷേപ്പ് വേണമെന്ന് തന്നെ നിർബന്ധമില്ല. അങ്ങനെ ഏത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് ട്രൈ ചെയ്യാം കേട്ടോ. നമ്മൾ ഭയങ്കര സ്ട്രെസ്സായിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മൈൻഡ് റിലാക്സ് ആവാനോ ഒക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള ഡ്രോയിങ്സ് ഭയങ്കര ഹെൽപ്ഫുള്ളാട്ടോ. നമുക്ക് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റും. അതിന് ഇത്ര ഏജ് വേണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ വരയ്ക്കാനുള്ള കഴിവ് വേണമെന്നോ ഒന്നുമില്ല.